ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല നമ്മുടെ മാധ്യമങ്ങൾ. പിണറായിയുടെ മകൾ വീണയ്ക്കെതിരെ എന്ന മട്ടിൽ പിണറായിയുടെ വീട്ടിലും വാടക വീട്ടിലും അതേപോലെ തന്നെ റിയാസിന്റെ വീട്ടിലും ഇ.ഡി. നടത്തിയ പരിശോധനയുടെ ഭാഗമായി നമ്മുടെ ചില പിതൃശൂന്യ മാധ്യമ മലരുകൾ നൽകിയ വാർത്ത അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇ.ഡി. മരവിപ്പിച്ചു. 1.5 ലക്ഷം രൂപ എങ്ങാണ്ടാണ് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇ.ഡി. ഏത് കേസ് അന്വേഷിക്കുമ്പോഴും ആദ്യം ചെയ്യുന്ന ഒരു കലാപരിപാടിയാണിത്. എന്നാൽ ആ വാർത്ത ചില മാധ്യമങ്ങൾ ആളുകളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നൽകിയത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് മൊത്തം 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നും അതിൽ ആകെ 18.36 കോടി രൂപ ഉണ്ടായിരുന്നെന്നുമാണ് വസ്തുത. എന്നാൽ പല കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ നൽകിയ വാർത്ത കാണുന്ന എല്ലാവരും ഈ 242 അക്കൗണ്ടുകളും അതിലെ 18.36 കോടി രൂപയും പിണറായിയുടെ മകൾ വീണയുടേതാണെന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങനെ. എന്നാൽ ചില മാധ്യമങ്ങൾ പച്ചയ്ക്ക് അതേപോലെ തന്നെ വാർത്ത നൽകി. ഇതിനെയാണ് ജോൺ ബ്രിട്ടാസ് നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്നത്. കൂടാതെ ഒരു അഭിഭാഷകൻ കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു പമ്പര വിഡ്ഢിത്തത്തെയും തെളിവ് നിരത്തി തുറന്ന് കാണിക്കുന്നുണ്ട് ജോൺ ബ്രിട്ടാസ്. ഹായ്, നമസ്കാരം. എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായ ഒരു നിലപാടുണ്ട്, പക്ഷമുണ്ട്, പക്ഷപാതിത്വമുണ്ട്. പക്ഷമില്ലാത്തൊരു മാധ്യമം ലോകത്തില്ല. നിഷ്പക്ഷത എന്നുള്ള സംഭവം തന്നെ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ 2 ദിവസമായി പക്ഷപാതിത്വമല്ല, ചില മാധ്യമങ്ങൾക്ക് ഇഷ്ടമില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട്, പിണറായി വിജയന്റെ മകളായി എന്നൊരൊറ്റ കാരണം കൊണ്ട് സത്യത്തെ കൊല ചെയ്ത് കുഴിച്ചു മൂടുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോടേക്ക് യാത്ര ചെയ്യായിരുന്നു വന്ദേ ഭാരതിൽ. എന്റെ സീറ്റിന്റെ പിന്നിലിരുന്ന് 2-3 പേർ സംസാരിക്കുകയാണ്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അവർ പറയാണ്, വീണയ്ക്ക് 242 അക്കൗണ്ടുകൾ, അതിൽ 18,36,00,000 രൂപ മരവിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പെട്ടെന്ന് എന്റെ മുമ്പിലുള്ള ചില പത്രങ്ങൾ വായിച്ചപ്പോൾ വെറുതെ അല്ല, ആ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത ആ രൂപത്തിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു പത്രക്കുറിപ്പ്. ആ പത്രക്കുറിപ്പ് അല്പം വളച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും. അവർ വളച്ച വളവിനെ ഒന്നും കൂടി ശരിക്ക് വക്രീകരിച്ചിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഈ പറയുന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ തക്ക രൂപത്തിൽ വാർത്ത കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് അവർ വാർത്ത കൊടുത്തതെങ്കിൽ ചില ടെലിവിഷൻ ചാനലുകൾ പച്ചക്കങ്ങ് പറഞ്ഞു 246 അക്കൗണ്ട്, 42 അക്കൗണ്ട്, 18,36,00,000 രൂപ. വീണയ്ക്ക് 1, 2, 3 അക്കൗണ്ട് അവരുടേതായ മരവിപ്പിച്ചിട്ടുണ്ടാകാം. ഈ 18 കോടിയിൽ 20% പോലും അവരുടെ പൈസ ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ഇന്ന് കറങ്ങുന്ന വാർത്ത എന്താണ്? എത്ര നീചമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇനി. എന്താ കാരണത്തിൽ ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഇന്ന് നമ്മുടെ നിലപാടുകളുടെ രാജകുമാരൻ സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, പറഞ്ഞൊരു കാര്യമുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഫണ്ടാണ്. അങ്ങനെ CMRLന്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. കമ്പനികൾക്ക് പണം കൊടുക്കാലോ, സംഭാവന കൊടുക്കാലോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? അതല്ലേ നടന്നിരിക്കുന്നത്? അതായത് ലിക്വിഡ് ക്യാഷ് ഈ മന്ത്രിസഭയിലെ 2 പേര് വാങ്ങിയത് സംബന്ധിച്ച് CMRL പറഞ്ഞതും അവർ തന്നെ സംബന്ധിച്ചുമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്. വി.ഡി. സതീശൻ, താങ്കൾ കേവലം മുഖ്യമന്ത്രി മാത്രമല്ല, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്. എന്താണ് രാജ്യത്തെ നിയമം? 3 നിയമങ്ങളുടെ ലംഘനമാണ് ഈ പറഞ്ഞ ആൾക്കാര് വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ വീണയുടെ കാര്യത്തില് അവരുടെ ഒരു കമ്പനി CMRL തമ്മിലുള്ള ഒരു കരാറ്, ആ കരാർ പ്രകാരമുള്ള സേവനങ്ങൾ കൊടുത്തോ, ആ കരാർ ഒരു മറയായിരുന്നോ? ഒരു തർക്കമാണ്. ഒരു തർക്കം സ്വാഭാവികമായ രീതിയിൽ നിയമത്തിന്റെ വഴിയിൽ അത് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ലേ? എന്നാൽ ഇവിടെ കൃത്യമായൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തെ നിങ്ങൾ ഇങ്ങനെ സ്വാഭാവിക ഭാഷയോടുകൂടി ന്യായീകരിക്കുന്ന കണ്ടപ്പോൾ എന്താ എനിക്ക് പറയാൻ തോന്നുന്നത്? നോക്കുക, ഏതൊക്കെ നിയമമാണ് ലംഘിച്ചിരിക്കുന്നത് നോക്കുക. IT ആക്ട് 80 GGB, അതായത്
എങ്ങനെയാണ് ഒരു കമ്പനി രാഷ്ട്രീയ പാർട്ടിക്കോ രാഷ്ട്രീയ നേതാവിനോ പണം സംഭാവന ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. 2, കമ്പനീസ് ആക്ട് 2003 സെക്ഷൻ 182 ഏതൊക്കെ കമ്പനികൾക്ക് സംഭാവന നൽകാം? സർക്കാർ കമ്പനികൾ കൊടുക്കാൻ പറ്റില്ല, ഇന്നലെ രൂപീകരിച്ച കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല, 3 വർഷമെങ്കിലും വേണം, ഡയറക്ടർ ബോർഡിന്റെ അനുമതി വേണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം 951 ജനപ്രാതിനിധ്യ നിയമം RPA ആക്ട്, അത് പ്രകാരം സെക്ഷൻ 29C പ്രകാരം 2000 രൂപയ്ക്ക് മുകളിലുള്ള സംഖ്യ കൃത്യമായി രേഖപ്പെടുത്തി 24A ഫോറത്തിൽ ഉൾപ്പെടുത്തി ഓരോ വർഷവും ആ പ്രസ്തുത രാഷ്ട്രീയ പാർട്ടിയുടെ നോമിനി ട്രഷറർ സബ്മിറ്റ് ചെയ്യണം ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ. മിസ്റ്റർ സതീശൻ, നിങ്ങളുടെ മന്ത്രിസഭയിൽ 15, 20, 30 ലക്ഷം രൂപ പറ്റിയ ആൾക്കാർ അവർ പാർട്ടി ഫണ്ടിലേക്കാണ് വാങ്ങിയെങ്കിൽ ആ പാർട്ടി ഫണ്ടിന്റെ കണക്കിൽ അത് വന്നിട്ടുണ്ടോ? പാർട്ടി ഫണ്ടിന്റെ കണക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി ഫണ്ടിന്റെ കണക്കിൽ വന്ന ആ തുക ഇലക്ഷൻ കമ്മീഷനിൽ 24A പ്രകാരം നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന്റെ തർക്കത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വലിയൊരു കുറ്റകൃത്യമാണ് നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുമ്പോൾ അത് ചെക്കിലൂടെ ആയിരിക്കണം, ഡ്രാഫ്റ്റിലൂടെ ആയിരിക്കണം, UPA ആയിരിക്കണം, കാഷിലൂടെ ആകരുത് 1 രൂപ പോലും എന്ന് പറഞ്ഞതാരാണ്? നിയമമാണ്. ഇവിടെ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാന എത്രത്തോളം അപഹാസ്യമാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു വീഡിയോ സന്ദേശവുമായിട്ട് വന്നത്. പിന്നെ കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.